ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ സാഹിത്യാസ്വാദനം. എങ്ങനെയാണ് നമ്മൾ സാഹിത്യത്തെ ആസ്വദിക്കുന്നത്? ശരിക്കും നമ്മളൊരു പോം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇതൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതിയാവില്ല. അതിലെ ഫീലിങ്സ്, ഫാക്ട്സ്, അതുപോലെ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ്, എന്താണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്, പോയിട്ട് ഉദ്ദേശിച്ചത് മാത്രമാവില്ല, നമ്മളെന്താണ് ആ പോയം വായിച്ചിട്ട് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്. പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഒരു വായിക്കുമ്പോൾ മാത്രം കിട്ടുന്ന മീനിങ് അല്ല ശരിക്കും സാഹിത്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു റീഡിങ്ങിനെയാണ് അപ്രിസിയേഷൻ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. When we read a literary work, it is not enough to understand only the story or the literal meaning of the words. We should also appreciate the emotions, ideas, beauty of language, and the message the writer wants to convey. This deeper understanding is called appreciation of literature. Literature helps us think critically, understand different perspectives, and connect with human emotions. Every poem, story, or play offers valuable insights about life and enriches our imagination. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ശരിക്കും നമ്മളൊരു സാഹിത്യം അല്ലെങ്കിൽ നമ്മളൊരു പോം വായിക്കുമ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡിനെയാണ് അത് വികസിപ്പിക്കുന്നത്. ഓരോ കവിതയും ഓരോ കഥയും നമുക്ക് പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ എക്സ്പീരിയൻസസ്, പുതിയ പുതിയ ജീവിത പാഠങ്ങളുമാണ് നൽകുന്നത്. Let's begin. The Zen Master's Moon. It is an introductory activity before learning narrative devices. നമുക്ക് നോക്കാം. ഒരു ദിവസം ഒരു മോങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി തൻ്റെ ഗുരുവിനോട് ചോദിക്കുന്നു. സെൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ഗുരുവിനെയാണ്. എ യങ് മോങ്ക് വൺസ് ആസ്ക്ഡ് ഹിസ് മാസ്റ്റർ. ഒരു സന്യാസി, മോങ്ക് എന്ന് പറഞ്ഞാൽ സന്യാസി, ആസ്ക്ഡ് ഹിസ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്, മാസ്റ്റർ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാക്രഡ് സ്ക്രിപ്ചേഴ്സ്? സാക്രഡ് സ്ക്രിപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാസ്റ്റർ പോയിന്റഡ് ടു ദ ഫുൾ മൂൺ ഷൈനിങ് ഓവർ ദ മോണസ്ട്രി ആൻഡ് സെഡ് നത്തിങ്. ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്നാണ് നമ്മുടെ മോങ്ക് മാസ്റ്ററിനടുത്ത് ചോദിക്കുന്നത്. ഗുരു ഒന്നും സംസാരിച്ചില്ല. പകരം ആശ്രമത്തിന് മുകളിലായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ വിരൽ ചൂണ്ടിക്കാണിച്ചു. ദ മോങ്ക് ലുക്ക്ഡ് അപ്പ് ആൻഡ് ഫ്രോൺഡ്. ഐ ആസ്ക് അബൌട്ട് ദി സ്ക്രിപ്ചേഴ്സ്, വൈ ഷോ മീ ദ മൂൺ? ഇത് കണ്ട ശിഷ്യന് ആശയക്കുഴപ്പം തോന്നി. അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചത് ഗ്രന്ഥങ്ങളെ കുറിച്ചാണ്, എന്തിനാണ് ചന്ദ്രനെ കാണിക്കുന്നത്? ഗ്രന്ഥങ്ങളിൽ ചോദിച്ചപ്പോൾ എന്തിനാണ് ചന്ദ്രനെ കാണിക്കുന്നത്? The master replied, the scriptures are like a finger pointing to the moon. Do not mistake the finger for the moon. അപ്പോൾ ഗുരു മറുപടി പറഞ്ഞു, ഗ്രന്ഥങ്ങൾ ചന്ദ്രനെ ചൂണ്ടിക്കാണിക്കുന്ന വിരൽ പോലെയാണ്, വിരലിനെ ചന്ദ്രനായി തെറ്റിദ്ധരിക്കരുത്. What is the moral of the story? പുസ്തകത്തിലെ വാക്കുകൾ മാത്രമല്ല പ്രധാനപ്പെട്ടത്, വാക്കുകൾ സൂചിപ്പിക്കുന്ന മീനിങ് ആണ് പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ ആശയങ്ങൾ പലതാണ്. അതുകൊണ്ട് ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ വാക്കുകൾ മാത്രം വായിക്കുക, അതായത് അതിൻ്റെ ആഴത്തിലേക്കുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെയാണ് ഇവിടെ അപ്രിസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പോം അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഏതൊരു സാഹിത്യം വായിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കണം. ദെൻ പോയിന്റ്സ് ടു പോയിന്റ്. ദ ടെക്സ്റ്റ് ഈസ് ഓൺലി എ പോയിന്റ് ടു മീനിങ്. ഒരു സാഹിത്യകൃതി അർത്ഥത്തിലേക്കുള്ള വഴികാട്ടി മാത്രമാണ്. യഥാർത്ഥ സന്ദേശം അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ യഥാർത്ഥ മീനിങ് അല്ല ആ ഒരു ടെക്സ്റ്റിൽ കാണിക്കുന്നത്. യഥാർത്ഥ മീനിങ് അതിൻ്റെ ഉള്ളിലാണ്. സോ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കണം. റീഡിങ് അനലിറ്റിക്കലി മീൻസ് ലുക്കിംഗ് ബിയോണ്ട് ദ വേർഡ്സ്. നമ്മൾ ഒരുപാട് വിശദമായി വായിക്കുക എന്നത് വാക്കുകൾക്കപ്പുറം ചിന്തിച്ച് അവ സൂചിപ്പിക്കുന്ന ആശയം കണ്ടെത്തുക എന്നാണ്. ആ ഒരു വാക്കിൻ്റെ അർത്ഥത്തിന് അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ കൊണ്ട് നമ്മൾ ലിറ്ററലി കാണുന്ന മീനിങ് മാത്രമല്ല, ഒരുപാട് മീനിങ് ഉണ്ട് ആ ഒരു വാക്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മൈ ലവ് ഈസ് റെഡ് റോസ്, ലവ് റെഡ് റോസ് ആണെന്നാണ് പറയുന്നത്. ശരിക്കും അതിന് ഒരുപാട് മീനിങ് ഉണ്ട്. പ്രണയത്തെ എത്രത്തോളം മനോഹരമാക്കിയിട്ടാണ് ആ ഒരു പോയറ്റിൻ്റെ ലൈന് പറയുന്നതെന്ന് മനസ്സിലാക്കണം. സോ അത്രയും നമ്മൾ ഡീപ്പായിട്ട് ആശയം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. വൺ മസ്റ്റ് നോട്ട് ടേക്ക് വേർഡ്സ് ടു ലിറ്ററലി. വാക്കുകൾ അതേപടി മാത്രം മനസ്സിലാക്കരുത്, അവയുടെ പ്രതീകാത്മകമായ അർത്ഥവും കണ്ടെത്തണം. ട്രൂ അണ്ടർസ്റ്റാൻഡിങ് കംസ് ഫ്രം ഗ്രാസ്പിംഗ് ദ ഐഡിയാസ്. ഒരു സാഹിത്യകൃതിയുടെ യഥാർത്ഥ ആശയം, സന്ദേശം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഒരു യഥാർത്ഥ പഠനം നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു പോയത്തെ വായിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥ മീനിങ് നമ്മൾ അത്രയും ഡീക്ക് ചെയ്ത് അത്രയും ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രമാണ്
അതിൻ്റെ യഥാർത്ഥ മീനിങ് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഒരു പോയത്തിൽ അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചറിൽ ഹിഡൻ മീനിങ് ഉണ്ടാവും. ഡോണ്ട് മിസ്റ്റേക്ക് ദ ഫിംഗർ ഫോർ ദ മൂൺ. ഇവിടെ പറഞ്ഞതുപോലെ ഫിംഗറിനെ മൂണായി തെറ്റിദ്ധരിക്കരുത്. മീനിങ് വേർഡ്സ് ആർ ഓൺലി ഗൈഡ്സ്. വേർഡ്സ് എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് മാത്രമാണ്. സെർച്ച് ഫോർ ദ ഡീപ്പർ മീനിങ്. നമ്മൾ അതിൻ്റെ ഡീപ്പർ മീനിങ് സെർച്ച് ചെയ്യണം. ലിറ്ററേച്ചർ ഈസ് മോർ ദാൻ ജസ്റ്റ് വേർഡ്സ്. ഒരു വേർഡ് എന്നതിനപ്പുറത്തേക്കാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ അത്രയും അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റീഡ് ബിയോണ്ട് വേർഡ്സ്, അനലൈസ് ഐഡിയാസ്, ഇൻ്റർപ്രറ്റ് മീനിങ്, അപ്രിഷിയേറ്റ് ലിറ്ററേച്ചർ. നമ്മൾ വാക്കുകൾക്കപ്പുറത്തേക്ക് വായിക്കണം, ഐഡിയകളെ അനലൈസ് ചെയ്യണം, ദെൻ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ മീനിങ് മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ലിറ്ററേച്ചറിനെ അപ്രിസിയേറ്റ് ചെയ്യണം. Okay? Thank you for watching. If it is useful, stay tuned.